ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിലും ദൈവത്തിന്റെ ചില തമാശകള് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാ. നമ്മൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. പക്ഷേ അത് അനുഭവിക്കാനോട്ട് നമ്മുടെ മുന്നിൽ ജീവിതം ഉണ്ടാവില്ല. അത് പുള്ളിക്കാരനങ്ങ് തിരിച്ചെടുക്കും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ലല്ലോ. എടാ, അവൻ വല്ല അത്യാവശ്യത്തിന് പുറത്ത് വല്ലതും പോയതായിരിക്കും. ആ അനൂപേ, നമുക്കെന്നാ പോയാലോ? എന്നാ പിന്നെ താമസിക്കണ്ട. ഇവള് കരഞ്ഞ ആകെ പ്രശ്നമാവില്ലേ? അതെ മോനെ, നമുക്കിറങ്ങാം. മോളെ, മോള് പോവാണോ? അമ്മ വേഗം വരാട്ടോ. ഇറങ്ങട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മ ആ ഫോണൊന്ന് എടുത്തു തരൂ. പോയിട്ട് വരാം. ശരി. പോയിട്ട് വരാം. ശരി ശരി. സച്ചിൻ എന്താ ഫോൺ എടുക്കാത്തെ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോയാ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുടിക്കാൻ ജ്യൂസോ മറ്റോ വേണമെങ്കിൽ വാങ്ങിക്കൊടുത്തോളൂ. പിന്നെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. ശരി ഡോക്ടർ. എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. ഇപ്പോഴും ജീവനോടെ ഇല്ലേ? ആശുപത്രി കിടക്കുമ്പോ ഇങ്ങനെയാണ് ലച്ചു സംസാരിക്കുന്നത്. കുറച്ചു നേരം കൊണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാനിപ്പോ ഹാപ്പിയാ. എന്തിന്? എന്റെ വിഷമം കണ്ടിട്ടാണോ ലച്ചു സന്തോഷിക്കുന്നേ? അല്ല, സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം കണ്ടിട്ട്. അല്ലെങ്കിലും ദൈവത്തിന്റെ ചില തമാശകള് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാ. നമ്മൾ ആഗ്രഹിച്ചതും കിട്ടാതെ പോയതൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. പക്ഷേ അത് അനുഭവിക്കാനോട്ട് നമ്മുടെ മുന്നിൽ ജീവിതം ഉണ്ടാവില്ല. അത് പുള്ളിക്കാരനങ്ങ് തിരിച്ചെടുക്കും. ഇത് ദൈവത്തിന്റെ തമാശയില്ലെങ്കിൽ പിന്നെ എന്താ? ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ഷീണമൊക്കെ മാറിയില്ലേ? എന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ. ചിലപ്പോ മയങ്ങി വീഴും. അതിപ്പോ റോഡിലാണോ വീട്ടിലാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വീഴുമ്പോ ഇങ്ങനെ വന്ന് കുറച്ചു നേരം ഇവിടെ കിടന്നാ ഒക്കെ ശരിയാവും. ലച്ചു, നീ എത്ര നിസ്സാരമായിട്ടാ ഇതിനൊക്കെ കാണുന്നേ? പിന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് എന്താ കാര്യം? സച്ചേട്ടാ, നമ്മുടെയൊക്കെ ലൈഫ് വളരെ നിസ്സാരം. അത് കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടി പോലെ അങ്ങ് പോവണം. ഒഴുകി പോകുന്ന വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെക്കണം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞാൻ ഇനി ചെന്നിട്ട് വേണം എന്റെ പോപ്പിക്ക് ഭക്ഷണം കൊടുക്കാൻ. പാവം പോപ്പി വിശന്നിരിക്കായിരിക്കും. പോപ്പിയോ? അതാരാ? എന്റെ ഫ്രണ്ട്, മൈ ഫേവറേറ്റ് പോമറേനിയൻ. സച്ചേട്ടന് അറിയാവോ, രാത്രി അവള് എന്റെ കൂടെ കട്ടിലിൽ കയറി പുതപ്പിനിടയിൽ കിടക്കും. പക്ഷേ
അതുകൊണ്ട് ഗുണമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നലില്ല. നമുക്ക് വയ്യെന്ന് അവൾക്ക് തോന്നിയാലുണ്ടല്ലോ, പിന്നെ എന്റെ അടുത്തുനിന്ന് മാറുകയില്ല. ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്ത് സ്നേഹാന്നറിയോ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അർച്ചനയുടെ അടുത്ത് ആരും ഇല്ലാത്തതാ, അവിടെ വേണം. എനിക്ക് വേണ്ടി കുറെ സമയം ചെലവഴിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. താങ്ക്സ് ഏട്ടോ. എന്തിന്? എനിക്ക് തന്ന ഈ സ്നേഹത്തിനും കരുതലിനും. പോട്ടെ. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഹസ്ബൻഡ് ഇപ്പൊ വരും, എന്നിട്ട് കഴിച്ചോളാം. മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അധികം ലേറ്റ് ആക്കണ്ട. ശരി. എന്നാലും ഈ സച്ചിൻ എന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നേ? പിന്നെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് എന്താ കാര്യം? അത് കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടി പോലെ അങ്ങ് പോവണം. ഒഴുകി പോകുന്ന വഴിക്ക് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വെക്കണം. താങ്ക്സ് ഏട്ടോ. എന്തിന്? എനിക്ക് തന്ന ഈ സ്നേഹത്തിനും കരുതലിനും.